മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഒരു ചെടി നടുകയാണ്. മണി പ്ലാന്റ് വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്നത്. ഞാൻ മണി പ്ലാന്റ് നട്ടപ്പോൾ പറഞ്ഞിരുന്നു പല തരത്തിലുള്ള മണി പ്ലാന്റ് ചെടികൾ നമുക്ക് ഇവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇപ്പോൾ നമ്മൾ നടാൻ പോകുന്നത്. അപ്പോൾ ഈ മണി പ്ലാന്റ് വർഗ്ഗത്തിൽപ്പെട്ട ആ ചെടിക്ക് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വായുവിനെ ശുദ്ധീകരിക്കുക. അതായത് നമ്മൾ ഇത് ഇപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ നടുവാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ വരാന്തയിലൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ ആ പ്രദേശത്തെ വായുവിനെ ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം, പ്രകൃതി വളരെയധികം വിഷമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ മനുഷ്യർ തന്നെ പ്രകൃതിക്ക് ദോഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വിഷവസ്തുക്കളൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ വായു അശുദ്ധമാകുന്നു. അതുപോലെ തന്നെ വെള്ളത്തിൽ ഇതൊക്കെ കഴുകുന്നുണ്ട്, വിഷവസ്തുക്കൾ അടിച്ചിട്ട് ആ മെഷീനായി കഴുകുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫാക്ടറികളിൽ നിന്നും ഒക്കെ വരുന്ന മാലിന്യങ്ങളൊക്കെ വെള്ളം അശുദ്ധമാക്കുന്നു. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ വായുവും വെള്ളവും ഇപ്പോഴ് അടിക്കടി മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ചേർക്കണമെങ്കിൽ നമ്മൾ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, പഴയ കാലങ്ങളിലെ പോലെ തന്നെ നമ്മുടെ ജീവിതം, നമ്മുടെ വീടുകൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് മാറ്റുക. മറ്റൊന്ന്, ഗ്രാമപ്രദേശങ്ങളിൽ തന്നെ ഇപ്പം ഉണ്ടെന്ന് വെച്ചാൽ ഈ കളനാശിനികൾ, പണ്ടൊക്കെ ഈ കളകൾ, അതായത് പാഴ്ചെടികൾ, കാടുകളൊക്കെ നശിപ്പിക്കുന്നത് കത്താൾ കൊണ്ടും ഒക്കെ വെട്ടിക്കളയും ചിരണ്ടിക്കളഞ്ഞൊക്കെയാണ്. ഇപ്പോൾ അതിന് പകരമായിട്ട് എല്ലാവരും കളനാശിനി, അതായത് വിഷവസ്തുക്കൾ അടിച്ച് ഈ കാടുകൾ കരിച്ചു കളയുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇത് അടിക്കുന്നുള്ളത് തന്നെ ഇത് വായുവിൽ വ്യാപിക്കുകയും മണ്ണിൽ വ്യാപിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മണ്ണും വിഷലിപ്തമായിക്കൊണ്ടിരിക്കുകയാണ്, വായു വിഷമായിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളവും വിഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിന് ഒരു ലഘുവായ പരിഹാരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രകൃതിയെ കൊണ്ട് തന്നെ ഈ വിഷങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. അപ്പോൾ ഈ മണി പ്ലാന്റ് വർഗ്ഗത്തിൽപ്പെട്ട ചെടികൾക്ക് ഈ വായുവിലുള്ള വിഷങ്ങളെ വലിച്ചെടുക്കാനും ശുദ്ധമായ ഓക്സിജൻ പുറത്തേക്ക് വിടാനുമുള്ള ഒരു കഴിവുണ്ട്. അത് ചെയ്യുന്നതാണ് ഈ മണി പ്ലാന്റ്. മണി പ്ലാന്റ് അതിനുവേണ്ടിയാണ് നമ്മൾ നട്ടു വളർത്തുന്നത്. അങ്ങനെ വരുന്നുണ്ടേ ഇഷ്ടം പോലെ ശുദ്ധമായ ഓക്സിജൻ നമുക്ക് ചുറ്റുപാടും ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, അതായത് രക്തചംക്രമണം സുഗമമാവുന്നു. അതിൻ്റെ ഫലമായിട്ട് നല്ല ചിന്തയും നല്ല ആരോഗ്യവും നമുക്കുണ്ടാകുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിച്ച് അത് നമ്മുടെ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, അതുപോലെ തന്നെ കൃഷിയെ സ്നേഹമുണ്ടെങ്കിൽ, ഔഷധ സസ്യങ്ങളെയും ചെടികളെയും ഒക്കെ സ്നേഹമുണ്ടെങ്കിൽ, അത് നടുന്ന രീതിയും അതിൻ്റെ പരിചരണവും ഒക്കെ കാണുന്നതെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ ഞങ്ങൾക്ക് എല്ലാവിധ പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ചെടികൾ നമ്മൾ എവിടെ കണ്ടാലും നമ്മൾ ഒരെണ്ണം എടുത്തുകൊണ്ട് വന്ന് അത് ചട്ടിയിൽ നട്ടുപിടിപ്പിക്കുക നല്ലതാണ്. കാരണം ആദ്യത്തെ ഒരു ചിലവേ ഉള്ളൂ. കാരണം ഈ ചെടികൾക്കൊന്നും തന്നെ വളം വേണ്ട. അതാണ് അല്പം ഞാൻ ഈ നടുന്ന രീതി ഇപ്പോൾ കാണിച്ചു തരാം. നട്ട് കഴിഞ്ഞാൽ ഇത് കാലങ്ങളോളം നിൽക്കും. പിന്നെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് അല്പം തണലത്ത് വേണം വെക്കാൻ. കഠിനമായ ഉണക്കിനെ ചേർക്കാനുള്ള കഴിവ് ഇതിനില്ല. കാരണം ഇതിൻ്റെ ഇലയിലും തണ്ടിലും ഒക്കെ ജലാംശമാണ് ഏറ്റവും കൂടുതലുള്ളത്. ആ ഒരു കാര്യമുള്ളൂ. അപ്പോൾ ഇത് പലരും പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള മണി പ്ലാന്റ് ഉൾപ്പെടെയുള്ള ചെടികൾ നമ്മൾ മുറികൾക്കുള്ളിൽ വെക്കണം. എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം എല്ലാ ചെടികളെയും പോലെ തന്നെ ഇതും അന്നജ പ്രക്രിയയിലൂടെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ രാത്രിയിൽ ഇത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നതും നമ്മൾ കിടക്കമുറിയിലും ഒന്നും ഇത് ഉപയോഗിക്കരുത്. പിന്നെ ഓഫീസ് മുറിയിൽ നമുക്കിത് വെക്കാം. കാരണം ഓഫീസ് മുറിയിൽ രാത്രിയിൽ അവിടെ ഒന്നും ആരും കാണത്തില്ല. വരാന്തയിൽ നമുക്ക് സൂക്ഷിക്കാം, വരാന്തയിൽ വെക്കാം. നല്ലതാണ് വരാന്തയിൽ, അതായത് സിറ്റ് ഔട്ട് എന്നൊക്കെ പറയുന്ന ആ വരാന്തയിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചെടി നട്ടുപിടിപ്പിക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ചെടിയുടെ ഒരു 2 തണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 തണ്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് വെച്ചാൽ 2 മുട്ടിൻ്റെ ഇല നമുക്ക് നീക്കം ചെയ്യാം. 2 മുട്ടാണ് നമ്മൾ മണ്ണിൽ വെക്കുന്നത്. 2 മുട്ടിൻ്റെ ഇല നമ്മൾ നീക്കം ചെയ്തു. 2 മുട്ടിൻ്റെ ഇല നീക്കം ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ വേരുകൾ, ഇത് വേരാണ്. വേരും അതുപോലെ ഇതിൻ്റെ കൈയോടാണ്, അതായത് പടർന്ന് കയറാൻ, താങ്ങുവള്ളികളിൽ പടർന്ന് കയറാനുള്ള ഈ വേരും നമ്മൾ നീക്കം ചെയ്യുവാണ്. രണ്ട് മുട്ട് നമ്മൾ മണ്ണിനടിയിൽ വെക്കണം. അങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊക്കെയുള്ള ഇല നമ്മൾ നീക്കം ചെയ്യണം. മണ്ണിനടിക്ക് വരേണ്ട കാര്യമില്ല. തന്നെയല്ല ഇപ്പോൾ കിളിക്കുന്നുണ്ട് വരെ ഇലയുടെ ആവശ്യവും നമുക്കില്ല. അത്
കുറച്ച് ഇല മതി. പിന്നെ കിളിക്കുന്നുമേ വളരെ രസമുള്ള നല്ല സ്വർണ്ണവർണ്ണമുള്ള ഇലകളുണ്ടാകുന്ന ഒരു ചെടിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇലച്ചെടികൾ വെച്ച് കാണാൻ ഏറ്റവും ഭംഗിയുള്ള ഒരു ചെടിയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ചട്ടിയിലാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മണി പ്ലാന്റ് പോലെയുള്ള ചെടികൾ നടാൻ ഉപയോഗിക്കുന്ന ചട്ടി നമ്മൾ എവിടുന്ന് വാങ്ങിച്ചാലും അത് നല്ല വെള്ളത്തിൽ, ശുദ്ധമായ വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ വെള്ളത്തിൽ കഴുകിയെടുക്കുക. അതുപോലെ തന്നെ ഇതിന് ഒരു കിഴുത്ത ഉണ്ടായിരിക്കണം, വെള്ളം വാർന്നു പോകത്തക്ക രീതിയിൽ. കാരണം ഇത് വെള്ളത്തിൽ വേണമെങ്കിലും വളരുന്ന സസ്യമാണെങ്കിൽ തന്നെയും നമ്മൾ വരാന്തയിലോ നമ്മുടെ തൊട്ട് മുറ്റത്തോ ഒക്കെ വെക്കുകയാണെങ്കിൽ വെള്ളം ഇതിനകത്ത് നിന്നാൽ ആ വെള്ളം ദുർഗന്ധപൂർണ്ണമാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അത് പോകണം. അതിനാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇതിനകത്തപ്പോൾ ഒരു ദ്വാരമേ ഉള്ളൂ. ഈ ദ്വാരം മണ്ണ് കൊണ്ട് അടഞ്ഞു പോകാതിരിക്കാൻ ഇതുപോലെ ഒരു ഓട്ട് കഷ്ണം ഇല്ലെങ്കിൽ ഇഷ്ടികയുടെ കഷ്ണമോ അല്ലെങ്കിൽ മൺകലം ഉടഞ്ഞതിൻ്റെ കഷ്ണങ്ങളോ മതി. അതും ഇതുപോലെ നമ്മൾ എവിടുന്ന് കിട്ടിയാലും ശുദ്ധജലത്തിൽ ഭംഗിയായിട്ട് കഴുകണം. അത് നമ്മുടെ ആവശ്യമാണ്. കാരണം ഒരു ചെടി എന്ന് പറയുമ്പോൾ ആ സസ്യത്തെയും നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. നമുക്ക് യാതൊരു നഷ്ടവുമില്ല. ഒരു ചെടിയെ സ്നേഹിച്ചെന്ന് വിചാരിച്ച് നമുക്ക് യാതൊരു നഷ്ടവുമില്ല. നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത്ര പരിചരണം നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇത് നമ്മൾ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഏതാനും മെറ്റിൽ കഷ്ണങ്ങൾ അതിന് നോക്കിയിട്ട്, ഇത് വലിയ മെറ്റിലാണ്. ഈ മെറ്റിലും കഴുകിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകിയ മെറ്റാണ്. ഇത് നമ്മൾ അടിയിൽ വെച്ചിരിക്കണം. കാരണം ഈ വെള്ളം പൂർണ്ണമായിട്ടും പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഏതാനും മെറ്റിൽ കഷ്ണം കൂടെ അങ്ങനെ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് മണ്ണ് യാതൊരു വളവും നമുക്ക് എടുക്കണ്ട. പിന്നെ കഴിയുന്നതും മേൽമണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ മുകൾ ഭാഗത്തുള്ള മണ്ണ്. നമ്മുടെ ഭൂമിയുടെ മുകൾ ഭാഗത്ത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇലകളും ഒക്കെ വീണ് ലയിച്ച് കിടക്കുന്ന ഈ മണ്ണ് ഒരല്പം ഇട്ടു. അപ്പോൾ നമ്മളിത് കണ്ടു, ഈ മണ്ണ് ഒരല്പം ഇട്ടു. അപ്പോൾ ഇത്രയാക്കി, വേറെ ഒന്നും ചെയ്യുന്നില്ല. പിന്നീട് നമ്മളിത് പടർത്താനുള്ള ഇത് സാധാരണ ഒരു ചെറിയ PVC പൈപ്പാണ്, വയറിങ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന PVC പൈപ്പ്. ഇത് അല്പം സിമെൻറ്റ് വെച്ച് ഇതിനകത്ത് ഇരിക്കത്തക്ക രീതിയിൽ നമ്മളാക്കിയത്. ഇല്ലെങ്കിൽ ഇത് ഉറക്കത്തില്ല. അതിനാണ് നമ്മൾ ഇത് ഇങ്ങനെ ആക്കി വെച്ചത്. അപ്പോൾ ഇതേ മാത്രമായി കഴിഞ്ഞാൽ ഇതിൻ്റെ കാലുകൾ ഇതേ പിടിക്കത്തില്ല. കാരണം പ്ലാസ്റ്റിക്കാണ്. അതിന് അല്പം കൂടി വലിയ ഒരു പ്ലംബിങ്ങിൻ്റെ പൈപ്പൂടെ വാങ്ങിച്ച് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബലം കിട്ടാനും ഒപ്പം ഇത് പടർന്ന് കയറാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്തത് കുറച്ച് മെറ്റിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. കാരണം ഇത് ഉറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് വലിയ കുറച്ച് മെറ്റിലൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഉറയ്ക്കാൻ വേണ്ടി എന്ന് പറയുമ്പോഴേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളാതിരിക്കാനും ഒക്കെ ഉള്ള ഒക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ബലമായി. ഇനി ഇത് അങ്ങനെ പോകത്തില്ല, നല്ല ബലമായിട്ടുണ്ട്. ഇപ്പം നല്ല ബലമായിട്ടുണ്ട്. ഇപ്പോൾ ബലമായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നടുന്നതിന് മുമ്പ് വീണ്ടും ഒരല്പം മണ്ണൂടെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയാണ് നമ്മൾ നടാൻ പോകുന്നത്. കണ്ടിത് ഞാൻ നേരത്തെ പറഞ്ഞു, 2 മുട്ട് മണ്ണിനടിയിൽ വരത്തക്ക രീതിയിലാണ് നമ്മൾ നടുന്നത്. ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം അങ്ങോട്ടും ഇരിക്കത്തക്ക രീതിയിലാണ് നമ്മൾ നടുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഒരു കയറുപയോഗിച്ച് നമ്മളിതൊന്ന് കെട്ടിക്കൊടുക്കണം. കയറോ വള്ളിയോ എന്തുമായാലും മതി, എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് കെട്ടിക്കൊടുക്കണം. കാരണം ഇത് കിളിച്ച് റെഡിയാവുന്നിടം വരെ അതിനൊരു കെട്ട് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കെട്ട് വേണേൽ അഴിച്ചു കളയാം, അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇത് നട്ടു, വേരുറപ്പിച്ചു കഴിഞ്ഞു. ഇനിയും ഇതിൻ്റെ ഈ വേരുകൾ നമ്മൾ കുറച്ചുകൂടെ നീക്കം ചെയ്യണം. കാരണം ഇത് പടർന്ന് കയറുന്നുണ്ട്. പുതിയ വേരുകളാണ്
ഇത് ചുറ്റിപ്പിടിക്കുന്നത്. അതുകൊണ്ട് ഇത് കിടക്കുന്ന വേരുകൾ നമ്മൾ ഒന്ന് നീക്കം ചെയ്ത് കളയണം. ഇനി ഇത് നൂറുവങ്ങ്, ഇത് മേപ്പോട്ടങ്ങ് നൂരും. ഇത് വള്ളി ഇങ്ങനെ തറയിൽ കിടന്നിട്ടാണ് ഇങ്ങനെ ഇതായത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് മണ്ണ് മതി, കൂടുതൽ മണ്ണൊന്നും ഇടേണ്ട കാര്യമില്ല. കുറച്ച് മണ്ണ് നമ്മൾ ഇട്ടു, കുറച്ച് മണ്ണ് ഇവിടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മണ്ണൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഇതിന് വേറൊരു സംഗതി കൂടെ നമ്മൾ ചെയ്യാണ്. കുറച്ച് മെറ്റിൽ അധികം വന്നിട്ടുണ്ട്. ഈ മെറ്റിലൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഇതിപ്പോൾ വലിയ മെറ്റിലാണ്. ഇത് വലിയ മെറ്റിലാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിനിപ്പോൾ ഒന്നും ചെയ്യേണ്ട, ഇത് ദീർഘകാലം ഇങ്ങനെ നിന്നോളും. അതിനുശേഷം ഈ ചെറിയ മെറ്റലുണ്ട്, ചെറിയ മെറ്റൽ ചിപ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്, ഇതുകൂടെ നമുക്ക് ഒന്ന് വിതറി കൊടുക്കാം. വിതറി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ല രസമായിരിക്കും. കലങ്ങത്തും ഒന്നുമില്ല, അതിൽ അഴുക്കാവത്തില്ല. നല്ല ഒരു കാഴ്ചയ്ക്ക് വളരെ ഇതായിരിക്കും. നമുക്ക് പൂമുഖത്ത് വയ്ക്കാൻ സാധിക്കും, അതുപോലെ തന്നെ വരാന്തയിൽ വേണേൽ വെക്കാൻ സാധിക്കും. അപ്പോൾ ഇത് വായു ഉൽപ്പാദിപ്പിക്കുന്നതിലുപരിയായിട്ട് നമുക്ക് ഒരു തണുപ്പിനെ കൂടി ഇത് പ്രദാനം ചെയ്യും. തണുപ്പിനെ കൂടി പ്രദാനം ചെയ്യുന്ന ഒരു സസ്യമാണ് ഇത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ കൃഷി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും സന്തോഷം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ചെടികൾ. ചെടികൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അമിതമായ പൈസ ചിലവഴിച്ച് വളം ഒക്കെ ഇടുന്ന ചെടികളെ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ പ്രകൃതി തന്നെ നമുക്ക് നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി ചിലവ് കുറഞ്ഞ ചെടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ നട്ടുപിടിപ്പിക്കുക. മഴയത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല. മഴയില്ലാത്ത സമയത്ത് ഒരല്പം വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ചെടികളായിട്ട് വളർന്നു വരും. ഒപ്പം നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ ഗ്രഹാന്തരീക്ഷം മുഴുവൻ ഓക്സിജനെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു ചെടിയായിട്ട് നമുക്കിത് വളർത്തിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ തലമുറകളും ഇതിനൊരു പ്രചോദനമാകും. അങ്ങനെ ഒരു പരിധിവരെയൊക്കെ മണ്ണിനെയും വായുവിനെയും ഒക്കെ ദുഷിപ്പിക്കുന്ന വിഷാംശങ്ങളെ നിർവീര്യമാക്കുവാനും അതുവഴി നമുക്ക് മാത്രമല്ല സഹജീവികളായ എല്ലാവർക്കും ശുദ്ധമായ വായു ഉണ്ടാകുന്നതിനും അങ്ങനെ ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിതം നയിക്കുന്നതിനും നമ്മളൊരു കാരണഭൂതമാകും. അവിടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ നന്ദി നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.